സീറോ മലബാർ സഭയുടെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടത്തണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ട സിനഡ് അടുത്ത ഞായറാഴ്ച എല്ലാ പള്ളികളിലും സർക്കുലർ വായിക്കും. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഗുരുവായൂരും തൃപ്രയാറും കർശന സുരക്ഷ. 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി. തൃശൂർ വെങ്കിടങ്ങിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എഴുതിയ ചുമരെഴുത്ത് വായിപ്പിച്ച ടി എൻ പ്രതാപനെ വിജയിപ്പിക്കുക എന്നതായിരുന്നു ചുമരെഴുത്ത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ 2022 ഫെലോഷിപ്പുകളും അവാർഡുകളും എൻഡോവ്മെന്റുകളും പ്രഖ്യാപിച്ചു. കഥകളി സംഗീതജ്ഞൻ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും കൂടിയാട്ട കലാകാരൻ വേണുജിക്കും ഫെലോഷിപ്പ്. പ്രശസ്ത മലയാള സംഗീത സംവിധായകനും നെല്ലിക്കുന്ന് സ്വദേശിയുമായ KJ ജോയ് ചെന്നൈയിൽ അന്തരിച്ചു. വിട പറഞ്ഞത് 200-ലേറെ ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയ പ്രതിഭ. വിശദമായ വാർത്തകളിലേക്ക്. സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന നടത്തണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ട സിനഡ്. സീറോ മലബാർ സഭ സിനഡിൽ പങ്കെടുത്ത എല്ലാ മെത്രാൻമാരും ഒപ്പിട്ട സർക്കുലറാണ് വൈദികർക്ക് അയച്ചത്. ഇതോടെ സഭയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന കുർബാന തർക്കത്തിന് പരിഹാരമായേക്കും. സീറോ മലബാർ സഭ സിനഡിന്റെ അവസാന ദിനമായ ജനുവരി 13 മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ അധ്യക്ഷതയിൽ സമ്മേളിച്ച സിനഡിൽ പങ്കെടുത്ത 49 മെത്രാൻമാരും ആർച്ച് ബിഷപ്പും ഒപ്പുവെച്ച സർക്കുലറാണ് ഇപ്പോൾ വൈദികർക്ക് അയച്ചിരിക്കുന്നത്. സഭയിൽ നിലവിലുള്ള അഭിപ്രായ ഭിന്നതകൾ മറന്നുകൊണ്ട് മാർപ്പാപ്പയുടെ ആഹ്വാനം നടപ്പിലാക്കണമെന്നാണ് സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. സിനഡിന്റെ അഭ്യർത്ഥനയും സർക്കുലറും വരുന്ന ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും സ്ഥാപനങ്ങളിലും വിശുദ്ധ കുർബാന മധ്യേ വായിക്കേണ്ടതാണെന്നും അതിരൂപതയിലെ എല്ലാ വിശ്വാസികൾക്കും ലഭ്യമാക്കണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങി ഗുരുവായൂരും തൃപ്രയാറും. ബുധനാഴ്ച ആദ്യം ഗുരുവായൂരിലാണ് പ്രധാനമന്ത്രി എത്തുക. രാവിലെ 7-ന് അരികന്നിയൂർ ഹെലിപ്പാഡിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ BJP പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങി 7:30-ന് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ എത്തും. 7:40-ന് ക്ഷേത്ര ദർശനത്തിന് ശേഷം 8-ന് ക്ഷേത്രത്തിന് പുറത്ത് കിടക്കും. 8:45-ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കല്യാണ മണ്ഡപത്തിലെത്തും. രാവിലെ 10:10-നാണ് തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുക. 1 മണിക്കൂർ ക്ഷേത്രത്തിൽ ചിലവഴിച്ച ശേഷം 11:10-നാണ് മടക്കം. SPG സംഘവും പോലീസും ഇരു ക്ഷേത്രങ്ങളിലും പരിസരങ്ങളിലും സുരക്ഷാ പരിശോധന നടത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കണ്ടാണശ്ശേരി, ചൂണ്ടൽ, നാട്ടിക, വലപ്പാട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ പരിധികളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഈ അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കും. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. തൃശൂർ വെങ്കിടങ്ങിലെ ചുവരെഴുത്ത് മായിപ്പിച്ച TN പ്രതാപൻ. ചിഹ്നം മാത്രം വരയ്ക്കാനാണ് നിർദ്ദേശം നൽകിയതെന്ന് പ്രതാപൻ വ്യക്തമാക്കി. പ്രഖ്യാപനമുണ്ടാകാതെ പേരെഴുതരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നതായും പ്രതാപൻ പറഞ്ഞു. ഈ മാസം തുടക്കത്തിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ വിജയിപ്പിക്കുക എന്ന സന്ദേശവുമായി ചുവരെഴുത്തുകൾ തുടങ്ങിയത്. വെങ്കിടങ്ങിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചതായി മണ്ഡലം ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ 2022 ഫെലോഷിപ്പുകളും അവാർഡുകളും എൻഡോവ്മെന്റുകളും പ്രഖ്യാപിച്ചു. ഫെലോഷിപ്പിന് കഥകളി സംഗീതജ്ഞൻ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും കൂടിയാട്ട കലാകാരൻ വേണുജിയും അർഹരായതായി ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 50,000 രൂപയും കീർത്തിപത്രവും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് ഫെലോഷിപ്പ്. ഏഷ്യാഡ് ശശിമാരാർക്ക് ASN നമ്പീശൻ പുരസ്കാരം ലഭിച്ചു. വടക്കൻ കണ്ണൻ നായർ സ്മൃതി പുരസ്കാരത്തിന് പ്രദീപ് ആറട്ടുപുഴ അർഹനായി. നവംബർ മാസത്തിൽ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക അടുത്ത ദിവസം മുതൽ വിതരണം ചെയ്യുമെന്നും കലാമണ്ഡലത്തിലും സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്നും വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ പറഞ്ഞു. രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, പുരസ്കാര നിർണയ സമിതി ചെയർമാൻ ഡോക്ടർ TS മാധവൻകുട്ടി, അംഗങ്ങളായ കലാമണ്ഡലം ഹുസ്ന ബാനു, ഡോക്ടർ KV വാസുദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രശസ്ത മലയാള സംഗീത സംവിധായകൻ KJ ജോയ് അന്തരിച്ചു. 77 വയസ്സായിരുന്നു. തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശിയായ ജോയ് ചെന്നൈയിലെ വസതിയിലാണ് അന്തരിച്ചത്. പക്ഷാഘാതത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. മലയാള ചലച്ചിത്ര ഗാനലോകത്തെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്നറിയപ്പെട്ട അദ്ദേഹം 200-ലേറെ ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കി. എൻ സ്വരം പൂവിടം ഗാനമേ, കസ്തൂരിമാൻ മിഴി, മറഞ്ഞിരുന്നാലും,
കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ തുടങ്ങിയ ജോയിയുടെ ഏറെ ജനപ്രിയ ഗാനങ്ങളാണ്. 1975 ലവ് ലെറ്റർ എന്ന ചിത്രത്തിലൂടെയാണ് KJ ജോയ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. കീബോർഡ് ഉൾപ്പെടെയുള്ള ആധുനിക സങ്കേതങ്ങൾ 70കളിൽ സിനിമയിലെത്തിച്ചത് ജോയിയാണ്. 1994 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ദാദ ആയിരുന്നു ഈണമിട്ട അവസാന ചിത്രം. കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ചുവെന്നാരോപിച്ച് യുവാവിനെ കത്തിവീശി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 2 വർഷവും 4 മാസവും കഠിന തടവ്. ചേറ്റിപ്പുഴ പള്ളത്ത് വീട്ടിൽ രാമകൃഷ്ണൻ മകൻ ഷിബിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2022 ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം. ബൈക്കിൽ പോവുകയായിരുന്ന ചേറ്റിപ്പുഴ സ്വദേശി അതുൽ രാജിനെ തടഞ്ഞു നിർത്തി കഞ്ചാവ് വിൽപ്പന പോലീസിനെ അറിയിച്ചെന്ന സംശയത്താൽ കത്തിവീശി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സുഹൃത്ത് വൈശാഖിന്റെ വീട്ടിൽ ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു അതുൽ. പ്രതി ഷിബിൻ അയൽവാസിയായ ബന്ധുവിനെ കൊലപ്പെടുത്തിയതടക്കം 11ഓളം കേസുകളിൽ പ്രതിയാണ്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ലാജു ലാസർ, അഡ്വക്കേറ്റ് പ്രവീണ എന്നിവർ കോടതിയിൽ ഹാജരായി. തെക്കുംകര വില്ലേജ് ഓഫീസർ സാദിഖ്, താൽക്കാലിക വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഹാരിസ് എന്നിവർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിൽ. കോണത്തുകുന്ന് സ്വദേശിയായ പരാതിക്കാരന്റെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലം തരം മാറ്റുന്നതിനായി റിപ്പോർട്ട് നൽകുന്നതിനായാണ് കൈക്കൂലി വാങ്ങിയത്. ഇതേ തുടർന്ന് പരാതിക്കാരൻ വിജിലൻസിൽ പരാതിപ്പെടുകയായിരുന്നു. വിജിലൻസ് സംഘത്തിൽ ഡിവൈഎസ്പി KC സേതു, ഇൻസ്പെക്ടർമാരായ സജിത് കുമാർ, ജയകുമാർ, സുദർശനൻ, CPOമാരായ വിബീഷ്, സൈജു സോമൻ എന്നിവർ ഉണ്ടായിരുന്നു. ഒരു സ്വകാര്യ കമ്പനിയുടെ ഇമെയിൽ പരിഗണിച്ച് കൗൺസിലിൽ അജണ്ട വെച്ച് 1,08 ലക്ഷം രൂപ ചെലവിൽ OWC പ്ലാന്റ് മെഷീൻ വാങ്ങാൻ മേയർ തീരുമാനിച്ചത് തികഞ്ഞ അഴിമതിയാണെന്ന് നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ പറഞ്ഞു. തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ സ്വകാര്യ കമ്പനിയുടെ ആവശ്യപ്രകാരം പ്ലാന്റിലേക്കുള്ള യന്ത്രസാമഗ്രികൾ വാങ്ങാനുള്ള നിർദ്ദേശം 21ാമത്തെ അജണ്ടയായി മേയർ ഉൾക്കൊള്ളിച്ചുവെന്ന് നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ ആരോപണം ഉന്നയിച്ചു. കോർപ്പറേഷൻ പരിധിയിൽ 5 ടൺ കപ്പാസിറ്റിയുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് ഓർഗാനിക് വേസ്റ്റ് കമ്പോസ്റ്റ് മെഷീൻ സ്ഥാപിക്കുന്നതിന് സ്വകാര്യ കമ്പനിയായ ഗ്രീൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി കോർപ്പറേഷന് ഇമെയിൽ അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാന്റിലേക്കുള്ള യന്ത്രസാമഗ്രികൾ 1,08,60,000 രൂപയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചത്. ഈ സ്വകാര്യ കമ്പനിയുടെ ആവശ്യപ്രകാരമാണ് മേയർ ഇങ്ങനെ അജണ്ട കൊണ്ടുവന്നത്. ശുചിത്വ പരിപാലന രംഗത്ത് ഇത്തരത്തിലൊരു സംവിധാനം ആവശ്യമാണെങ്കിൽ നേരത്തെ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു പ്രപ്പോസലോ അജണ്ടയോ ചർച്ചയോ കൗൺസിൽ മുമ്പാകെ വരേണ്ടതായിരുന്നു. എന്നാൽ കൗൺസിലിൽ ഇങ്ങനെയൊരു വിഷയം ചർച്ച ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്വകാര്യ കമ്പനിയുടെ ആവശ്യപ്രകാരം അവരുടെ ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിൽ OWC പ്ലാന്റിൽ സ്ഥാപിക്കുന്നതിനുള്ള യന്ത്രസാമഗ്രികൾ വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ഗുരുതരമായ അഴിമതിയാണ് ഈ ഇടപാടിൽ നടന്നിട്ടുള്ളതെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ കടങ്ങോട് പഞ്ചായത്തിലെ അംഗങ്ങളെ അറിയിക്കാത്തതിനെതിരെയും പഞ്ചായത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാണെന്നും ആരോപിച്ച് പ്രതിപക്ഷമായ BJP അംഗങ്ങൾ സെക്രട്ടറിയുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പഞ്ചായത്തിലെ വാർഡുകളിലെ വികസന പദ്ധതികൾ മെമ്പർമാർക്ക് നേരിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ വിളിച്ചു ചേർത്തത്. എന്നാൽ കടങ്ങോട് പഞ്ചായത്തിലെ മെമ്പർമാരെ ഗ്രാമസഭയുടെ വിവരം ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരോ പ്രസിഡന്റോ അറിയിച്ചില്ലെന്ന് BJP മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, MV ധനീഷ് എന്നിവർ ആരോപിച്ചു. ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും അലംഭാവം കൊണ്ട് ഗുണഭോക്താക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യമാണുള്ളതെന്ന് മെമ്പർമാർ പറയുന്നു. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന വളരെ വിപുലമായിട്ട് 8ഓളം പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു ഗ്രാമസഭ. ഈ ഗ്രാമസഭയിൽ കടങ്ങോട് പഞ്ചായത്തിലെ ഒരു മെമ്പറുടെ പോലും പ്രാതിനിധ്യം ഇല്ലാതെ പോയത് വളരെ പ്രതിഷേധകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ ഒരു മെമ്പറെ പോലും ആ ഗ്രാമസഭ വളരെ കൃത്യമായിട്ട് അറിയിക്കാതെ അത് ഒരു പൂഴ്ത്തിവെക്കപ്പെട്ട പോലെയാണ് ഒരു ഗ്രാമസഭ ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. അതിൽ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ചെന്ന് അവിടെ ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചു. അപ്പോൾ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങളുടെ പഞ്ചായത്ത് അറിയിക്കാതെയാണെന്നാണ് പറഞ്ഞത്. പഞ്ചായത്തിൽ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവർക്കും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങൾക്കായിട്ട് കേന്ദ്ര സർക്കാരിന്റെ അടക്കം കോടികൾ തുക വകയിരുത്തുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ പഞ്ചായത്തുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ എന്ത് വികസനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണില്ല. പഞ്ചായത്തിൽ 6 മാസമായി തകരാറിലായി കിടക്കുന്ന ഫോൺ പ്രവർത്തനക്ഷമമാക്കണമെന്നും പഞ്ചായത്തിന്റെ ആംബുലൻസ് സേവനം 24 മണിക്കൂറാക്കണമെന്നും MV ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിക്കാമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. TCV എരുമപ്പെട്ടി.
വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന BJP അജണ്ടയുടെ ഭാഗമായാണ് പ്രതിപക്ഷാംഗങ്ങൾ സമരനാടകങ്ങൾ നടത്തുന്നതെന്ന് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ആരോപിച്ചു. അനാവശ്യമായ ആരോപണങ്ങളാണ് BJP അംഗങ്ങൾ ഉന്നയിക്കുന്നത്. BJP അംഗങ്ങൾ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഓഫീസ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണെന്നും മീന സാജൻ പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്തിൽ വലിയൊരു വികസന വിപ്ലവം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഭരണ പ്രതിപക്ഷ വാർഡുകൾ വ്യത്യാസമില്ലാതെ എല്ലാ വാർഡുകളിലേക്കുമുള്ള വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 36 മാസങ്ങളിൽ 36 ഉദ്ഘാടനങ്ങളാണ് ഈ മാസം പൂർത്തീകരിച്ച പദ്ധതികളുടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 50ഓളം പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനങ്ങൾക്ക് റെഡിയായിട്ടിരിക്കുകയാണ്. അത്രയും വലിയൊരു വികസന പ്രവർത്തനം നടക്കുന്നത് കാണുമ്പോൾ മറ്റൊരു പ്രശ്നവും കടങ്ങോട് പഞ്ചായത്തിനെതിരെ പറയാനില്ലെന്ന് കാണുമ്പോൾ ഇവിടത്തെയുള്ള പ്രതിപക്ഷ മെമ്പർമാരായ BJP മെമ്പർമാർ നടത്തുന്ന ഒരു സമര നാടകമാണ് ഇപ്പോൾ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഫീസ് പ്രവർത്തനം വരെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾ ഇത് മനസ്സിലാക്കണമെന്ന് അറിയിക്കുന്നു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചേലക്കോട് നിയന്ത്രണമിട്ട കാർ റോഡരികിലെ ട്രാൻസ്ഫോർമർ ഭിത്തിയിൽ ഇടിച്ച് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. ട്രാൻസ്ഫോർമർ ഭിത്തിയും കാറിന്റെ മുൻഭാഗവും തകർന്നു. KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടിച്ച് 2 പേർക്ക് പരിക്ക്. വാഴക്കോട് വളവിലാണ് അപകടം. പരിക്കേറ്റവരെ ഊട്ടുപാറ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മകരസംക്രമ സന്ധ്യയിൽ തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടന്ന ദീപാഞ്ജലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ശബരിമലയിലെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞ സമയത്ത് തന്നെയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ അയ്യപ്പസ്വാമിയെ കേന്ദ്രീകരിച്ച് 15,008 എള്ള് തിരിയിട്ട ദീപാഞ്ജലി അരങ്ങേറിയത്. രാവിലെ അയ്യപ്പന് അഷ്ടാഭിഷേകവും വൈകിട്ട് പുഷ്പാഭിഷേകവും നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TA സുന്ദർ മേനോൻ, ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു കുമാർ, ദേവസ്വം മാനേജർ സരിത, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് P പങ്കജാക്ഷൻ, സെക്രട്ടറി TR ഹരിഹരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മകരസംക്രമ സന്ധ്യയോടനുബന്ധിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ സ്വരാജ് റൗണ്ടിന് ചുറ്റും മകരജ്യോതി തെളിയിച്ചു. സമിതി ഭാരവാഹികളായ PR ഉണ്ണി, വിശ്വനാഥൻ, മോഹനകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ ഭക്തി നിർഭരമായി 1-ാം താലപ്പൊലി. താലപ്പൊലി ആഘോഷത്തിന്റെ 1-ാം നാൾ പരമ്പരാഗത ചടങ്ങുകളാൽ സമ്പന്നമായിരുന്നു. രാവിലെ ക്ഷേത്രാങ്കണത്തിൽ കുടുംബി സമുദായത്തിലെ സ്ത്രീകൾ സവാസിനി പൂജ നടത്തി. ദീർഘസുമംഗലി വരത്തിനായി അവിലും പഴവും മറ്റും നിവേദിക്കുന്ന ചടങ്ങ് ക്ഷേത്രാങ്കണത്തിലെ ആൽത്തറയിലാണ് നടന്നത്. കുടുംബി സമുദായത്തിന്റെ വകയായുള്ള ആടിനെ നടത്തള്ളലും 1-ാം താലപ്പൊലിയുടെ ഭാഗമാണ്. തെക്കേ നടയിലെ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിക്കുന്ന ആടുകളെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് ആടിനെ നടത്തള്ളൽ. താലപ്പൊലിയിൽ പങ്കെടുക്കാൻ ഇരുമുടിക്കെട്ടിൽ വനവിഭവങ്ങളുമായി എത്തിയ മലയരയന്മാർ ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. നടൻ സുരേഷ് ഗോപിയും കുടുംബവും തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തി മാതാവിന് സ്വർണ്ണക്കിരീടം വഴിപാടായി സമർപ്പിച്ചു. ഗുരുവായൂരിൽ ബുധനാഴ്ച നടക്കുന്ന മകളുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള വഴിപാടായാണ് സുരേഷ് ഗോപിയും കുടുംബവും ലൂർദ് മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിച്ചത്. കഴിഞ്ഞ തിരുനാളിന് സുരേഷ് ഗോപി പള്ളിയിലെത്തിയപ്പോൾ മാതാവിന് ചാർത്തിയിരുന്ന ചെറിയ കിരീടം ഇളകിയിരിക്കുന്നത് കാണുകയും പകരം മാതാവിന് പുതിയ കിരീടം സമർപ്പിക്കാമെന്ന ആഗ്രഹം പള്ളി അധികൃതരെ അറിയിക്കുകയുമായിരുന്നു. പള്ളി അധികൃതർ സമ്മതം നൽകിയതോടെയാണ് അദ്ദേഹം കുടുംബസമേതം തിങ്കളാഴ്ച രാവിലെ 10:45 ദേവാലയത്തിൽ എത്തി മാതാവിന് കിരീട സമർപ്പണം നടത്തിയത്. പരുമല സ്വദേശിയായ അനു അനന്തനാണ് മാതാവിന് കിരീടം തയ്യാർ ചെയ്ത് നൽകിയത്. ശബരിമലയിലും പാറമേക്കാവ് ക്ഷേത്രത്തിലും സ്വർണ്ണ കൊടിമരങ്ങളും ഗുരുവായൂരിൽ സ്വർണ്ണ തളികയും മറ്റും ചെയ്തത് ഇദ്ദേഹമാണ്. 20 ദിവസം മുൻപാണ് സുരേഷ് ഗോപി തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നും അളവെടുത്തു കൊണ്ടുപോയി 17 ദിവസമെടുത്താണ് പണി പൂർത്തിയാക്കിയതെന്നും ശില്പിയായ അനു അനന്തൻ പറഞ്ഞു. BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറും ശില്പി അനു അനന്തനും സുഹൃത്തുക്കളും സുരേഷ് ഗോപിയോടൊപ്പമുണ്ടായിരുന്നു. ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാർ എന്നിവർ ചേർന്ന് സുരേഷ് ഗോപിയെയും കുടുംബത്തെയും സ്വീകരിച്ചു. തുടർന്ന് അൾത്താരയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ലൂർദ് മാതാവിന്റെ രൂപത്തിൽ കിരീടം ചാർത്തി പ്രാർത്ഥിച്ച ശേഷമാണ് സുരേഷ് ഗോപിയും കുടുംബവും മടങ്ങിയത്. TCV തൃശൂർ.
കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന കാർഷിക മേഖലയ്ക്ക് വൻ തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. കേരള പ്രദേശ് കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ നേതൃത്വ ക്യാമ്പ് ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയുടെ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, പകരം കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായിരുന്നു. TN പ്രതാപൻ MP, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VM കുര്യാക്കോസ്, സംസ്ഥാന സെക്രട്ടറി ഷീബ ജേസൺ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലീന പ്രഹ്ലാദൻ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ പുരാവസ്തു മാതൃകയിലുള്ള പുനരുദ്ധാരണം പൂർത്തിയാക്കി. പഴമയിൽ നിന്ന് വ്യതിചലിക്കാതെ മുസ്ലിസ് പൈതൃക പദ്ധതിയിലാണ് 3 കോടി രൂപ ചെലവഴിച്ച് ക്ഷേത്രം മൂടിപിടിപ്പിച്ചത്. തെക്കേടത്ത് ക്ഷേത്രം, നമസ്കാര മണ്ഡപം, തിരുവാതിരവേദി എന്നിവയുടെ പുനരുദ്ധാരണമാണ് പൂർത്തിയാക്കിയത്. നിർമ്മാണം പൂർത്തിയായെങ്കിലും സമർപ്പണം നടത്തിയിട്ടില്ല. അടുത്ത ഘട്ടത്തിൽ വടക്കേടത്ത് ക്ഷേത്രം കൂടി ഈ മാതൃകയിൽ പുനരുദ്ധാരണം നടത്തേണ്ടതുണ്ട്. വടക്കേടത്ത് ക്ഷേത്രം ഇതേ മാതൃകയിൽ പുനരുദ്ധാരണം നടത്താൻ 3.5 കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം എന്നത് തെക്കേടത്ത് വടക്കേടത്ത് ക്ഷേത്രങ്ങൾ ചേർന്നതാണ്. തെക്കേടത്ത് ക്ഷേത്രത്തിൽ ഏറെ ശ്രമകരമായി ഭിത്തിയിലെ പ്ലാസ്റ്ററിംഗ്, ചെമ്പോല കൊണ്ടുള്ള മേൽക്കൂര, കൊത്തുപണികൾ എന്നിവയാണ് നടത്തിയിട്ടുള്ളത്. പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൽ മികവുള്ള ഹൈ ഇലക്ട് എന്റർപ്രൈസസ് എന്ന സ്ഥാപനമാണ് ഇൻകലിന്റെ മേൽനോട്ടത്തിൽ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണം നടത്തിയത്. നിർമ്മാണം ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം 10 സെന്റിമീറ്റർ ചെരിഞ്ഞ അവസ്ഥയിലായിരുന്നത് പരിഹരിച്ചാണ് ലൈം പ്ലാസ്റ്ററിംഗ് നടത്തിയത്. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി 5 തവണ ടെൻഡർ വിളിച്ചെങ്കിലും കരാർ ഏറ്റെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. 6ാമത്തെ തവണ കരാർ എടുത്താണ് 2 വർഷം മുൻപ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ താഴികക്കുടം സ്വർണം പൊതിഞ്ഞത് ക്ഷേത്രം ഉപദേശക സമിതി നേതൃത്വം നൽകി നാട്ടുകാരുടെ സഹായത്തോടെയാണ്. ചുണ്ണാമ്പും ആറ്റുമണലും 23 ഇനം ഹെർബൽ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചാണ് പ്ലാസ്റ്ററിംഗ് നടത്തിയിട്ടുള്ളത്. പഴമയുടെ തനിമ നിലനിർത്തുന്നതിനൊപ്പം കേടുകൂടാതെ നിലനിൽക്കാനും വേണ്ടിയാണ് ഈ രീതി ഉപയോഗിച്ചത്. ട്രിച്ചിയിൽ ഖനനം ചെയ്തെടുത്ത ചുണ്ണാമ്പാണ് ഉപയോഗിച്ചത്. മാസങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെയാണ് ഔഷധക്കൂട്ടുകൾ ചേർത്തുള്ള പ്ലാസ്റ്ററിംഗ് പൂർത്തിയാക്കിയത്. TCV മാള. ഐരാണിക്കുളം തിരുമുക്കുളം സർവീസ് സഹകരണ സംഘം ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ CPM-ഉം CPI-യും നേർക്കുനേർ മത്സരം. LDF ഇല്ലാതെ ഇരു പാർട്ടികളും നേതൃത്വം നൽകുന്ന പാനലാണ് പരസ്പരം മത്സരിക്കുന്നത്. കോൺഗ്രസും BJP-യും മത്സരത്തിനില്ല. കഴിഞ്ഞ ഭരണസമിതി തെരഞ്ഞെടുപ്പിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. CPM പാനൽ വലിയ ഭൂരിപക്ഷം നേടിയാണ് മുഴുവൻ സീറ്റിലും CPI-യെ പരാജയപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു പാർട്ടി നേതാക്കളും ചർച്ചകൾ നടത്തിയെങ്കിലും സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാതല വിളംബര റാലി സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ, ഡോക്ടർ ഷീജ, ഡോക്ടർ ആർഷ, ടെക്നിക്കൽ അസിസ്റ്റന്റ് PK രാജു, P റജീന, രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പൂക്കോട് പട്ടാപ്പകൽ മദ്യലഹരിയിൽ യുവാവിന്റെ അതിക്രമം. വൈദ്യുത പോസ്റ്റിൽ സ്ഥാപിച്ചിരുന്ന കേബിളുകൾ നശിപ്പിച്ചു. ഇതോടെ മേഖലയിലെ 100ഓളം വീടുകളിലേക്കുള്ള ഇന്റർനെറ്റ്, കേബിൾ TV സർവീസുകൾ മുടങ്ങി. പിന്നീട് കേരള വിഷൻ അധികൃതർ എത്തി മണിക്കൂറുകൾക്കകം ഇന്റർനെറ്റ്, കേബിൾ TV സർവീസുകൾ പുനഃസ്ഥാപിച്ചു. ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ച യുവാവ് പ്രദേശത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. അഞ്ച് ചിത്രകാരന്മാർ ചേർന്ന് തൃശൂർ ലളിതകല അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആർട്ട് ഓഫ് യൂണിറ്റി എന്ന പേരിൽ സംഘടിപ്പിച്ച ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. ശ്രീകാന്ത് നെട്ടൂർ, അവിനാഷ് മാത്യു, ബിജി ഭാസ്കർ, ചിത്രകാര ദമ്പതികളായ ഫ്രാൻസിസ് ആന്റണി കോടങ്കട്ടത്ത്, ഷേർലി ജോസ് എന്നിവർ ചേർന്ന് വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് വരച്ച 50ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ശ്രീകാന്ത് നെട്ടൂരാണ് ചിത്രപ്രദർശനം ക്യൂറേറ്റ് ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ന്യൂയോർക്ക് ആസ്ഥാനത്ത് ചിത്രപ്രദർശനവും ഫ്ലോറൻസ് ബിനാലെയിലും ലണ്ടൻ ബിനാലെയിലും ഓസ്ട്രിയ ബിനാലെയിലും ഷെർലി ജോസഫ് ചാലിശ്ശേരിയും ഫ്രാൻസിസ് ആന്റണി കോടങ്കണ്ടത്തും ഒരുമിച്ച് ചിത്രീകരണം നടത്തിയ സൃഷ്ടികളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരള ലളിതകല അക്കാദമി അവാർഡ്, നാഷണൽ അക്കാദമി അവാർഡ് എന്നിവയടക്കം കരസ്ഥമാക്കിയ ചിത്രകാരനാണ് ഫ്രാൻസിസ് കോടങ്കണ്ടത്ത്. ശ്രീകാന്ത് നെട്ടൂർ വരച്ച ചിത്രങ്ങളിൽ ശ്രോതാവും പ്രഭാഷകനും അക്ഷരാർത്ഥത്തിലും അല്ലാതെയും
അഭേദ്യമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാ മോണോലോഗുകളും അടിസ്ഥാനപരമായി സംഭാഷണങ്ങളാണെന്ന വസ്തുതയും ഇത് കൗതുകത്തോടെ വെളിപ്പെടുത്തുന്നു. ദൃശ്യപരമായി കേൾക്കാനും സംസാരിക്കാനും അവശേഷിക്കുന്ന ഒരു ഏകാന്തതയാണ് ചിത്രത്തിന്റെ പ്രത്യേകത. സാധാരണ ജീവിത യാഥാർത്ഥ്യങ്ങളെ അസാധാരണമായി വരച്ചു കാട്ടുന്നതാണ് ബിജി ഭാസ്കറിന്റെ ചിത്രങ്ങളിലേറെയും. ചിത്രങ്ങളിൽ വികസിക്കുന്ന ചെറിയ നിമിഷങ്ങൾ പോലും ലാളിത്യത്തിന്റെയും സാമാന്യതയുടെയും സൗന്ദര്യത്തെ ചിത്രീകരിക്കുന്നതാണ്. ആളുകൾ മനുഷ്യരോടും മൃഗങ്ങളോടും മരങ്ങളോടും ചുറ്റുമുള്ള പ്രകൃതിയോടും ചിത്രങ്ങളിലൂടെ സംസാരിക്കുന്നു. അവിനാഷ് മാത്യു തന്റെ ക്യാൻവാസുകളിൽ മിത്തിക്കൽ ഇടങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു തീർത്ഥാടകനെ പോലെ അർത്ഥം തേടി അലയുന്ന ഒരു വിമാനമാണ് അദ്ദേഹത്തിന് കല. അദ്ദേഹത്തിന്റെ രചനകളിലെ നിറങ്ങളുടെ ഉപയോഗം അസാധാരണവും ആന്തരികാർത്ഥങ്ങളുടെ ഉദാത്തമായ വികാരം ഉണർത്തുന്നതുമാണ്. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 6:30 വരെയുള്ള പ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും. കൾച്ചറൽ ഡെസ്ക് TCV. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ബദ് ക്ലേവിന് തുടക്കമായി. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ പഠന രീതികൾ പരിചയപ്പെടുത്തുക, വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ബദ് ക്ലേവ് സംഘടിപ്പിക്കുന്നത്. യുഹാനോന്മാർ അത്തനേഷ്യസ് സ്മാരക ബാസ്കറ്റ്ബോൾ ടൂർണമെന്റോടെയാണ് ബദ് ക്ലേവിന് തുടക്കമായത്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ്, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രിനു P. വർക്കി, എക്സിക്യൂട്ടീവ് അംഗം പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. ബദ് ക്ലബിന്റെ ഭാഗമായി കുന്നംകുളം പ്രസ് ക്ലബിന്റെ സഹകരണത്തോടെ മാധ്യമ സെമിനാറും സംഘടിപ്പിച്ചു. മുണ്ടൂർ വെലേക്കാട് പ്ലാസ്റ്റിക് വാതിലുകൾ ഉണ്ടാക്കുന്ന സാൻഡോർ കമ്പനിയിൽ അഗ്നിബാധ. ഫയർഫോഴ്സ് എത്തി തീയടച്ചു. ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ സന്ദീപ്, ശ്രീഹരി, പ്രകാശൻ തുടങ്ങിയവർ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സീറോ മലബാർ സഭയുടെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടത്തണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ട സിനഡ്. അടുത്ത ഞായറാഴ്ച എല്ലാ പള്ളികളിലും സർക്കുലർ വായിക്കും. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഗുരുവായൂരും തൃപ്രയാറും കർശന സുരക്ഷ. 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി. തൃശൂർ വെങ്കിടങ്ങിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എഴുതിയ ചുവരെഴുത്ത് വായിപ്പിച്ച TN പ്രതാപൻ. TN പ്രതാപനെ വിജയിപ്പിക്കുക എന്നതായിരുന്നു ചുവരെഴുത്തുകൾ. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ 2022 ഫെലോഷിപ്പുകളും അവാർഡുകളും എൻഡോമെന്റുകളും പ്രഖ്യാപിച്ചു. കഥകളി സംഗീതജ്ഞൻ മാടം P. സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും കൂടിയാട്ട കലാകാരൻ വേണുജിക്കും ഫെലോഷിപ്പ്. പ്രശസ്ത മലയാള സംഗീത സംവിധായകനും നെല്ലിക്കുന്ന് സ്വദേശിയുമായ KJ ജോയ് ചെന്നൈയിൽ അന്തരിച്ചു. വിട പറഞ്ഞത് 200-ലേറെ ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയ പ്രതിഭ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.